ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 24/11/2020 നടന്ന LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഈ വിഭാഗത്തിൽ നടന്ന എക്സാമിൻ്റെ കേരള PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീയാണ്. അപ്പോൾ ഇത് കേരള PSC പ്രസിദ്ധീകരിച്ചാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. 51/2020 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആര്? ജെയിംസ് പീംബിൾസ്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് 2020 ജനുവരി 1. ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. PSC ആൻസർ ഇവിടെ 9 ശരിയും 8. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം അമരാവതി. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബേ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സന്ന മരീൻ. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിന്. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? ജി കാർത്തികേയൻ. ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം 62. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. 2019 നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? ബാങ്കോക്ക്. നിലവിലെ ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര്? ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത 3. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം 2019 നവംബർ 29. 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമേത്? ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏത്? യമുന. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? 1950 ജനുവരി 26. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? കവരത്തി. ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏത്? ഡെൽറ്റ. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമേത്? വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? മേൽമുണ്ട് കലാപം. വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏത്? ഇവയൊന്നുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര്? ജോർജ് വാഷിങ്ടൺ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? 1789. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്
ഗസ്റ്റപ്പോ. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്. വിഷുവം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? മില്ലിബാർ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏത്? ഫൊൻ. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത്? ICDS. GST നിലവിൽ വന്നത് എന്ന്? 2017 ജൂലൈ 1. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരമേത്? മോഹൻജദാരോ. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? ഭൂവൽക്കം. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതി ചാലകവുമല്ലാത്ത വസ്തു? മൈക്ക. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരാണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5.6. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു? കാൽസ്യം ബൈകാർബണേറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്? എൻഡോസ്കോപ്പി. താഴെ പറയുന്നവൽ ഏറ്റവും നല്ല താപചാലകം? സിൽവർ. AC DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം? റെക്ടിഫയർ. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം? ഇരുമ്പ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം? V2O5 വനേഡിയം പെൻഡോക്സൈഡ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്? വെബർ. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? ലോക ക്ഷയരോഗ ദിനം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 1978. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? പൂനെ. ഹൃദയത്തിലെ അറകളുടെ എണ്ണം? 2. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം? അനാഫേസ്. താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കരയിനം? കൗമുദി. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം? ഇൻഫ്ലുവൻസ. കീമോതെറാപ്പിയുടെ പിതാവ്? പോൾ എർലിക്ക്. ജീവകം ഇയുടെ രാസനാമം? ടോക്കോഫിറോൾ. ക്ലോക്കിൽ 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരും എങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? 156. 10⁻2019 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര? 4. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആകുന്നു. ഇതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? 30 ഡിഗ്രി. n+1 ഹോൾ സ്ക്വയർ മൈനസ് n × n+1 = 15 ആയാൽ n എത്ര? 14. വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? പഞ്ചഭുജം. 3/99 3 മടങ്ങ് എത്ര? 3/100. ഒരു സമവാർഷ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര? 20 സെൻറ്റിമീറ്റർ. 3x + 2 = 9x - 1 ആയാൽ എക്സിൻ്റെ വില എത്ര? 4. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക 40 ആയാൽ അതിൻ്റെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക എത്ര? 480.
3/0 ഇൻറ്റു 4/0 ഇൻറ്റു 5/0 വില എത്ര? 1. ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 എങ്കിൽ സംഖ്യ ഏത്? 3000. 2, 6, 12, 20, 30 ഡാഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? 42. x/y = 3:4, y/z = 3:5 ആയാൽ x/y/z എത്ര? 9:12:20. 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്നും 9 മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്ന് എന്ത് ഉയരത്തിലാണ്? 12 മീറ്റർ. 0.000015 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? 1/1,00,000. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? 84 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ അതേ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ ഏത്? 47. സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? 8%. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്ത്? 2/7. 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയും ആണ്. ആ സംഖ്യകളുടെ ശരാശരി 55 എങ്കിൽ അവയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 30. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? വ്യക്തിയിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സാമൂഹിക ബന്ധ പരിശോധനകൾ. വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? പ്രതിക്രിയ അധ്യാപനം. JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പരിണിത രൂപങ്ങൾ. നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആര്? കാൾ റോജേഴ്സ്. താഴെ പറയുന്നവൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠനരീതി ഏത്? ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയെ പരിഗണിക്കാവുന്ന ചിന്താധാര ഏത്? സമഗ്രതാവാദം. ഏഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്? ഫാലിക് സ്റ്റേജ്. സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്താ പ്രക്രിയ ഏത്? വിവർജിത ചിന്തനം. സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? കേസ് സ്റ്റഡി. ഡെവലപ്മെൻറ്റ് ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? റോബർട്ട് ഹാവിക്കസ്റ്റ്. പ്രശ്നപരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? പ്രശ്നം ഏറ്റെടുക്കൽ, ദത്തങ്ങൾ ശേഖരിക്കൽ, നിഗമനങ്ങൾ രൂപീകരിക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ. 1, 4, 2, 3. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏത്? സുരക്ഷിതത്വം.
ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? അനുബന്ധന സിദ്ധാന്തം. വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഡാനിയൽ ഗോൾമാൻ. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? വൈഗോട്സ്കി. തൻ്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? പ്രായോഗിക ആപേക്ഷികത്വം. ആദ്യ ബാല്യത്തിലൂടെ ഡെവലപ്മെൻ്റൽ ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത്? സാമൂഹ്യ അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സ്റ്റീഫൻ എം കോറി.